തിരച്ചിലിന് വെല്ലുവിളിയില്ല. അർജുനു വേണ്ടി ഇന്ന് തിരച്ചിൽ തുടരും. ലോറിയുടെ വീൽ ജാക്കി കിട്ടിയത് വലിയ പ്രതീക്ഷയും സൂചനയുമാണെന്ന മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപെ. ഷിരൂരിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താൻ ഇന്നലെ നടത്തിയ തിരച്ചിലിൽ ലോറിയുടെ വീൽ ജാക്കി കിട്ടിയത് വലിയ പ്രതീക്ഷയും സൂചനയുമാണെന്ന മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപെ. രാവിലെ 10 മണി മുതൽ ഗംഗാവലിയിലിറങ്ങി തിരച്ചിൽ നടത്തുമെന്നും ഇന്ന് കൂടുതൽ പേർ തന്നോടൊപ്പം തിരച്ചിലിൽ പങ്കെടുക്കുമെന്നും ഈശ്വർ മാൽപെ പറഞ്ഞു. റോഡിൽ നിന്നും 100 അടി താഴ്ചയിലും ഗംഗാവലിയിൽ നിന്ന് 40 അടി താഴ്ചയിൽ നിന്നുമാണ് ഇന്നലെ ജാക്കി കിട്ടിയതെന്നും ഈശ്വർ മാൽപെ പറഞ്ഞു. തിരച്ചിലിന് നിലവിൽ യാതൊരു വെല്ലുവിളിയും ഇല്ലെന്നും പുഴ പൂർണ്ണമായും തെളിച്ചമുള്ളതായിട്ടുണ്ടെന്നും മാൽപെ പറഞ്ഞു. പുഴയുടെ അടിയിലെ മണ്ണുകൾ നീങ്ങിയിട്ടുണ്ടെന്നും മാൽപെ പറഞ്ഞു. ഇനിയുള്ള 3 ദിവസവും താൻ ഇവിടെ തുടരുമെന്നും അർജുനെ കണ്ടെത്തിയിട്ടേ തിരിച്ചു പോകൂവെന്നും മാൽപെ പറഞ്ഞു. മാൽപെയ്ക്കൊപ്പം നേവി സംഘവും ഇന്ന് തിരച്ചിലിനായി ഗംഗാവലി നദിയിൽ ഇറങ്ങുന്നുണ്ട്. ഹൈഡ്രോളിക് ജാക്കിയാണ് പുഴയുടെ അടിത്തട്ടിൽ നിന്ന് ഇന്നലെ ഈശ്വർ മാൽപെ കണ്ടെത്തിയത്. ജാക്കിക്കൊപ്പം അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടെ 2 ഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനോടകം 3 വസ്തുക്കളാണ് കണ്ടെത്തിയത്. ഇന്നലെ വൈകിട്ട് 4:15ഓടെയാണ് ഈശ്വർ മാൽപെ പരിശോധന ആരംഭിച്ചത്. ലോറിയുടെ പിൻഭാഗത്ത് ടൂൾ ബോക്സിലാണ് ജാക്കി സൂക്ഷിച്ചിരുന്നത്. പുതിയ ജാക്കി തന്നെയാണ് കണ്ടെത്തിയത്. അത് അർജുൻ ഓടിച്ചിരുന്ന ഭാരത് ബെൻസ് ലോറിയിൽ ഉണ്ടായിരുന്നതാണ്. അതിൽ യാതൊരു സംശയവുമില്ലെന്നും ലോറി ഉടമ മനാഫ് പറഞ്ഞിരുന്നു.